ലെസ്ലി, നമ്മൾ പറഞ്ഞു വന്നത് അതായത് മാർച്ച് വരെ ആവശ്യമായ മരുന്നുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അതായത് 2016 ശേഷം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ 25% വർധനയുണ്ട്. ആ കാര്യങ്ങളിലാണ് ലെസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി പൂർത്തിയാക്കാം. അശ്വതി, നമ്മൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നവരും ഇത് പടച്ച് വിടുന്നവരും ഒരു കാര്യം മറന്നുപോകുന്നു. 2016 ഒരു സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ സുരക്ഷ ബോധം സംസ്ഥാനത്തിലെ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത ഒരു മന്ത്രിസഭയും ഒരു സർക്കാരുമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണം വളരെ ചെറിയ ഉദാഹരണമായി മാത്രം കണക്കാക്കിയാൽ മതി. അതായത് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വയോമിത്രം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നുണ്ട്. അതായത് പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതജന്യ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും എത്തിച്ചു നൽകുന്ന, അതായത് വീടുകളിൽ എത്തിച്ചു നൽകുന്ന അതിന് ഓരോ കൂട്ടായ്മ സാധാരണ സമൂഹത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. എനിക്കറിയാം, കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി ഇടങ്ങളിൽ പ്രായമായ ഒരു കൂട്ടം ആളുകൾ അവർ ചേർന്ന് കൃത്യമായി വീടുകളിൽ എത്തുന്നവർക്കും മരുന്ന് ശേഖരിക്കുകയും ആ വീടുകളിൽ അവർ തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരു നടപടിയിലേക്കും വലിയ തോതിലുള്ള ഒരു ജനങ്ങളുമായി അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് ഒരു സമൂഹത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയായി വയോമിത്രം കേരളത്തിൽ മാറുമ്പോഴാണ് ഇത്തരത്തിൽ ആതുരാലയത്തിൽ മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത്. ഈ വാർത്ത ഒരു പക്ഷേ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ വാർത്ത മനോരമയുടെ അല്ലെങ്കിൽ മനോരമയുടെ വരിക്കാരായ എത്രയോ ആളുകൾ തന്നെ തമസ്കരിച്ചു കാണും എന്നുള്ള കാര്യം ആ മാധ്യമം ഒരുപക്ഷെ ഈ വാർത്ത അച്ചടിക്കുമ്പോൾ ചിന്തിച്ചു കാണില്ല. കാര്യം ഈ കാരണം അതിവിടെ സൂചിപ്പിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു രസകരമായ കാര്യമാണ്, അതായത് മനോരമയിലെ ഈ വാർത്തയിലെ ചിത്രത്തിലുള്ളത് റസൽപുരം വണ്ടൂർ സ്വദേശി വിനുകുമാറാണ്. INTUC ലോട്ടറി തൊഴിലാളി സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിനുകുമാറിന്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പത്രം ഇതിനു മുൻപും വാർത്ത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്നുള്ളതാണ്. സ്വാഭാവികവും ഞാൻ അശ്വതി തുടക്കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞല്ലോ. ഇതിൽ 2 തരം രാഷ്ട്രീയം കലർന്നിരിക്കുന്നു. ഒന്ന്, നമുക്കറിയാം, ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് മത്സരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്കെതിരെ സ്വീകരിച്ച ഒരു നിലപാട്. കാരണം സ്വന്തം കൂട്ടത്തിൽ നിന്നും അവരും ആരോഗ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന് കേരളീയ സമൂഹത്തിന് അറിയാത്തവരാരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തങ്ങളുടെ ഇടയിൽ നിന്നും ഇത്ര വലിയ ഒരു പദവിയിലേക്ക് ഒരാൾ എത്തുന്നതിൻ്റെ ഒരു ജാള്യത, ഒരു കുശുമ്പ് അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. ആരോഗ്യമന്ത്രി ആയതിനു ശേഷം വീണ ജോർജിനോട് അത്തരമൊരു പ്രവണത ഉണ്ട്. അതും ഈ വാർത്തയ്ക്ക് ആധാരമാകുന്ന ഒരു മറ്റൊന്ന് സർക്കാരിൻ്റെ ഒരു ജനകീയത. ആ ജനകീയതയിൽ വല്ലാതെ ശ്വാസം മുട്ടലിലാണ് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷം അടക്കമുള്ളവർ. ആ പ്രതിപക്ഷത്തെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളതിന് ഗവേഷണം നടത്തുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമ രംഗം മാറുന്നു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ രീതി മാറുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളുടെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നുള്ള നിലയിലാണ് മാധ്യമപ്രവർത്തനം മുൻപോട്ട് പോകുന്നതും. എന്നാൽ ഒരു ജനകീയ സർക്കാരിന് ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നതിൻ്റെ പരിണിത ഫലമായിരുന്നു 2ാം പിണറായി സർക്കാരിൻ്റെ ശക്തമായ വരവ് എന്നുള്ളത്. അത് കേരളത്തിൻ്റെ ചരിത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ചരിത്രം കുറിച്ച ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെ എത്രത്തോളം മോശമായി ചിത്രീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നായിരിക്കും ഒരു സാധാരണ ജനങ്ങൾ പോലും ചിന്തിക്കുക. കാര്യം അവർ അനുഭവവേദ്യമുള്ള കാര്യമാണ് അവർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത. അതെ, തീർച്ചയായും.